ഈ ഭാഗത്തുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ തൂങ്ങിക്കുന്നത് നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് വെക്കുമ്പോൾ അതിൻ്റെ തൂമ്പുകളൊക്കെ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് വളരെ ദുർബലമായ ചെടികളാണ്. അത് പൊട്ടാതിരിക്കാൻ നമ്മൾ ഈ നിലത്തേക്ക് തൂങ്ങാത്ത ചെടികൾ മാത്രം അയക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് അയച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഒരു സൈഡിൽ വെക്കാം. വളരെ കെയറിങ് ചെയ്തിട്ട് വെക്കേണ്ട ചെടിയാണ് കേട്ടോ. ഇതൊരു റയർ പീസാണിത്. മഞ്ഞ കളറാണിത്. ഈ ഭാഗത്ത് നമ്മൾ ഏകദേശമൊക്കെ ഒരു അകലം പാലിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ അടുപ്പിച്ച് ഇട്ടുണ്ടെങ്കിൽ ഇതിന് വളർച്ചയ്ക്ക് വലിയൊരു പ്രശ്നം തന്നെ ആയിക്കാറും. നമ്മളിവിടെ ഇതൊക്കെ ഇവിടെ താഴെ അയച്ച് വെച്ചാണ് കേട്ടോ. ഈ ഭാഗത്താണ് അയച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഈ മുകളിൽ വേറെ ഒരു ഹുക്ക് കൊടുത്തിട്ട് ഈ ഭാഗത്ത് കെട്ടണം. ഇവിടെ ഏകദേശമൊക്കെ ഇങ്ങനെ ക്ലിയറായി. ഇവിടെ ഈ ഒരു ചട്ടീൻ്റെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റാവും. ഈ നടുവിലുള്ള ഈ ഒരു ചട്ടിയാണ് അയക്കാൻ പോകുന്നത്. ഇത് ഏകദേശം ലെവലായിട്ടുണ്ട് കേട്ടോ. നല്ല ആദ്യത്തെ തിങ്ങി നിൽക്കുമ്പോഴുള്ള ഭംഗി ഇങ്ങനെ വിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇതൊരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇത് തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൂങ്ങി വളർച്ച കൂടുതലാവുമല്ലോ തന്നെ. അപ്പം അങ്ങോട്ട് ശരിയാവും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ അയച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒക്കെ വളരെ ദുർബലമായ തണ്ടുകളാണ് ഇതിനൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒരു കോഴിയാണ്ട് ഓടിയിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം നാശമാവും. എത്രയും പെട്ടെന്ന് നമ്മൾ വേറെ കമ്പിയൊക്കെ കെട്ടി അവിടെ തൂക്കിയിടുക എന്നുള്ളതാണ് അതിനൊരു പോംവഴിയുള്ളത്. ഇത് കണ്ട ഈ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ടില്ല. അതിങ്ങനെ തിങ്ങി നിന്നതുകൊണ്ട് വളർച്ചയ്ക്കൊരു പ്രശ്നം അങ്ങനെ ഉണ്ടായിരുന്നു. ഇനി അത് നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. അതേമാതിരി തന്നെ ഇതൊക്കെ നല്ല ഒരു വളരാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് വളരും. അത് തിങ്ങി ഇങ്ങനെ നിറഞ്ഞിട്ട് അതിനൊന്ന് ശരിക്കൊരു പടർന്ന് പന്തലിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അത് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളർന്ന് നല്ല അങ്ങോട്ട് തൂങ്ങി നല്ല രസം ഉണ്ടാവും കാണാം. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചെടി അതിൻ്റെ ഒരു കളറാണ്. അതിൻ്റെ കളറിങ്ങനെ ചേഞ്ചായി വരുന്നുണ്ട്. ഇതിങ്ങനെ റെഡ് കളറായി വരും. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. ഇതിങ്ങനെ തന്നെ കേട്ടോ. ഇത് വെയിൽ കൊള്ളുന്നിടത്തോളം ഇതിൻ്റെ ഈ നീല കളർ ഇങ്ങനെ കൂടി വരും. നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഇത് വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇതിൻ്റെ കളറാണ്ട് പോകും. ഒരു പച്ച കളറായിട്ടാണ് മാറുന്നത്. പിന്നെ ഇങ്ങനെ തന്നെ ഇതിന് പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ വളർന്നിങ്ങനെ തൂങ്ങി ഇങ്ങനെ ഇലകളായിട്ട് നല്ല കീപ്പോട്ടാണ് ഇതിൻ്റെ വളർച്ച. നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ ഒരു പാട് കളർ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3 കളർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അതാണ് ഒരു കളറ്. ഇതാണുള്ളത്. ഒന്ന് ചുവപ്പ്, ഒന്ന് റോസ്, ഒന്ന് മഞ്ഞ, അങ്ങനെ 3 കളറായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള കളർ പെട്ടെന്ന് കളക്ട് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. ലക്കി പ്ലാന്റിൻ്റെ തന്നെ ഒരു 4 കളറുണ്ട്. ഇത് ആ വിഭാഗത്ത് പെട്ടതാണോ അറിയില്ല. എന്നാലും അത് ആ ഒരു സ്വഭാവമാണ് ഇതിന്. പക്ഷേ തണ്ടുകൾ വളരെ ദുർബലമാണിത്. പെട്ടെന്ന് പൊട്ടിപ്പോകും. അത് അവിടെ ഉള്ളൊരു കളറാണ്. അതിൻ്റെ വെറും പച്ച വരുന്നുണ്ട് കേട്ടോ. പച്ച കളറ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. വേറെ കളറ്. ഇത് ഇങ്ങനെ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇതിങ്ങനെ നല്ല പടർന്ന് മറ്റേനാട് നല്ല പടർന്ന് ഉണ്ടാവും കേട്ടോ. നല്ല തൂങ്ങി
നിൽക്കും. താഴോട്ട് തന്നെയാണ് ഇതിൻ്റെ വളർച്ച. ഇത് പിന്നെ നല്ല ഇതും ഇങ്ങനെ തൂങ്ങി ഉണ്ടാവണതാണ്. ഇത് നശിച്ചു പോയിരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇത് ഭംഗിയായിട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ ചെടിക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് പച്ച കളറ്, ആദ്യം ഒരു വെള്ള ലൈൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇപ്പൊക്കെ പച്ചയായിട്ടാണ് ഇത് വരണത് കേട്ടോ. അതുകൊണ്ടോ ഇത് ആദ്യം ഇതുപോലെയായിരുന്നു ഇതിൻ്റെ നല്ല ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ അത് ആദ്യം വലുതുണ്ടാവണമൊക്കെ ഇപ്പോൾ കളർ വെറും പച്ചയായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ആ കളർ ആവുമോ ഇല്ലയെന്ന് അറിയില്ല. ഇങ്ങനെ വന്നെങ്കിൽ തന്നെ ഈ പ്ലാന്റ് ഒരു രസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ തണ്ട് മുറിച്ചിട്ടാൽ ആ കളർ വരുന്ന തോന്നുന്നു. അപ്പോൾ നമുക്ക് 2 കളർ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ചട്ടിയിൽ തൂക്കിയിട്ടാൽ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ അതിൻ്റെ തൈകൾ ഇങ്ങനെ ഒരു നമ്മൾ ചേമ്പിൻ്റെ ഇതിൽ ഒരു വെളിച്ചേമ്പ് ഉണ്ടല്ലോ, അതിന് പിന്നെ ഇത് വിത്ത് വരുന്ന മാതിരിയാണിത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് തൂക്കിച്ചട്ടിയിലാണിത്. കോഴിക്കൾ ഭയങ്കര പ്രശ്നം, ഇപ്പോഴും സൗണ്ട് ഉണ്ടാക്കി. ഇത് തൂക്കുചട്ടിയിലാണെങ്കിൽ നല്ല ഭംഗിയായി. കാരണം ഇതിങ്ങനെ തൂങ്ങിയിട്ട് ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ മാതിരി ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഉണ്ടാവും. ഇതുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നട്ടിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയൊരു ചെടിയാക്കി എടുക്കുക. ഇത് നല്ല വേരും വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് താനെ ഈ ഭാഗം ഉണങ്ങിയിട്ട് ഇതാണ് കൊഴിഞ്ഞാടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. ഇത് തൂക്കുചട്ടിയിലാണ് ഇതിൻ്റെ ഭംഗി കൂടുതലുണ്ടാവുക. ഇപ്പോൾ കാണിച്ചില്ല, അതിൻ്റെ വേറെ കളറാണ്, പച്ച കളറാണ് കേട്ടത്. ഇതും അതുപോലെ തന്നെ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. അതിന് ആദ്യം ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ, ഉണങ്ങിപ്പോയതാണത്. അപ്പോൾ നമ്മളത് പറിച്ച് വേറെ നടുക ചെയ്തത്. അതിനൊരു ഷൂട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വേറെ പറിച്ച് നടുക ചെയ്തത്. അതിൻ്റെ പച്ച കളറാണിത്. ഈ കളർ ചേഞ്ച് ആവുമോ എന്ന് അറിയില്ല കേട്ടോ, പച്ചയായിട്ടാണ് കാണുന്നത്. പിന്നെ തൂക്കുചട്ടിക്ക് ഇത് വളരെ നല്ലൊരു പ്ലാന്റാണ് കേട്ടത്. നല്ല കളറാണ്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ തണ്ട് മുറിഞ്ഞ് ചാടിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് നമ്മൾ ഇൻഡോർ ആക്കിയിട്ട് വെച്ചിട്ട് എന്തത് വെറും കളർ പെട്ടെന്നാണ് പച്ച കളറാവും. പെട്ടെന്ന് ഇതിന് കളർ, ഇതിന് നല്ല വെയിൽ വേണം, എന്നെങ്കിൽ തന്നെ ഇത് നല്ല വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും. അത് പച്ച കളറായിട്ട് ഒരു ഭംഗിയില്ലാതെ ഇങ്ങനെ നിൽക്കും. ഇത് നമ്മളിപ്പോൾ ഇവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗമാണ് മുറിഞ്ഞ് ചാടും. തീരെ തണ്ട് ബലമില്ലാത്തൊരു ചെടിയാണിത്. നമ്മൾ കാറ്റൊന്നും തട്ടാത്ത തൂക്കുചട്ടിയിലാണെങ്കിൽ കാറ്റധികം കൊള്ളാത്തൊരു സ്ഥലത്ത് ആയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞ് പൊട്ടാതെ ഇരിക്കും. വേറെ ചെടീൻ്റെ അടുത്തും ഇത് പറ്റില്ല കേട്ടോ. അപ്പോൾ മറ്റേ വള്ളിമ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാണ് മുറിഞ്ഞു പോകും. ഇതും വേണമെങ്കിൽ നമുക്ക് തൂക്കുചട്ടിയിൽ നടാം കേട്ടോ. തൂക്കുചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അത്ര പെട്ടെന്ന് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു സീസൺ ചെടിയാണ്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ അതാണ്ട് ഉണങ്ങിയിട്ട് പിന്നെ അത് അങ്ങനെ നിൽക്കും. പിന്നെ അടുത്ത സീസണിൽ അത് മുളച്ച് പൊന്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരോളം എല്ലാവർക്കും നമസ്കാരം. അതിന് മുന്നേ പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.